have you always had thirst for revival before marriage? റിവൈവലിനേക്കാളും പരിശുദ്ധാത്മാവനായുള്ള ദാഹം, അതാണ് കുറച്ചുകൂടി കറക്റ്റ്. Okay. ഈ റിവൈവൽ എന്നുള്ള വാക്ക് നമ്മൾ പിന്നീടായിരിക്കും കേൾക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനോടുള്ള ദാഹത്തിന്റെ റിസൾട്ട് ആണ് റിവൈവൽ ആവുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതലേ അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച നാൾ മുതലേ ഒരു അസാധാരണമായ ഒരു തേഴ്സ്റ്റ് എൻ്റെ ഫാമിലിയിൽ ചിലപ്പം അപൂർവമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ സമകാലികരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇറങ്ങി നിന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു തേഴ്സ്റ്റ്, ദൈവരാജ്യത്തിനായിട്ടുള്ള ഒരു തേഴ്സ്റ്റ് അത് എന്നെ പിന്തുടരുന്നു. അപ്പം എന്ത് കാര്യം ചെയ്താലും ഇപ്പം വചനം പറയുന്നത് സീക്ക് ye first the kingdom of God and all these things shall be added unto you. അപ്പം ഇങ്ങനെ പല നിർണായകമായ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ എനിക്ക് എൻ്റെ ലൈഫിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. എൻ്റെ എടുക്കാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈച്ച് ടൈം ദ ഓൺലി തിങ് ഇസ് ദറ്റ് I wanted more. The more I wanted to seek him, the more he was available for me. Yes. And the more I wanted to go after him, he revealed the little things that I could hold on so that I could seek him more. അപ്പം അതിൽ ഈ വചനം ഞാനിങ്ങനെ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് എൻ്റെ നെക്സ്റ്റ് കരിയർ ബേസ്ഡ് ഏത് കോഴ്സിന് പോകണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഓപ്ഷൻസും എൻ്റെ ഇഷ്ടങ്ങളും കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ അല്ല എൻജിനീയറിങ് രീതിയിലാണ്. പക്ഷേ എനിക്ക് ദൈവവേല ചെയ്യണമെന്നുമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ പറഞ്ഞ ലോർഡ് യുവർ വേർഡ് സേസ് സീക്ക് ye first the kingdom of God and all these things shall be added unto you. So I'm going to do the first half. Yes. Seek ye first the kingdom of God. And I'm going to seek you in the course that you are going to give me, and whatever job that you're going to give to me because of that, and whatever is going to be added because of that, I'm going to do the first half, and it's your job to do the the rest half. അപ്പോൾ അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത് അങ്ങനെ കർത്താവിനേൽ കമ്മിറ്റ് ചെയ്ത് അങ്ങനെയുള്ള പല നിർണായകമായ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതിൽ ഒരു വേറൊരു കാര്യമാണ് ഈ പണ്ഡിത രമാഭായി എന്നുള്ള വ്യക്തിത്വം. പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം 1900s ഉള്ള പണ്ഡിത രമാഭായിയുടെ ചലഞ്ചിങ് ലൈഫ് ഒരു ലേഡിയിൽ കൂടി, മേ ബി ഷീസ് ജസ്റ്റ് 4 feet. ഓക്കെ. ആൻഡ് ഞങ്ങൾക്ക് ദൈവകൃപയാൽ അവിടെ ഈ പൂനെയിലെ കെഡ്ഗനിലുള്ള മുക്തി മിഷൻ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട്. എനിക്കും 2 സിസ്റ്റേഴ്സിന് ഇടയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരി വാസ്തവത്തിൽ ഒരു പൗലോസായിരുന്നു. ആൻഡ് വാട്ട് ഇൻഫ്ലുവൻസ് മീ വാസ് ദാറ്റ് മുക്തി മിഷനിൽ നടന്ന ആ ഒരു റിവൈവല്, ആ ഒരു ഉണർവ്, അഭിഷേകത്തിൻ്റെ ഒരു പകർച്ചകൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇറ്റ് ലെഡ് ഓൺ ടു റിഫോർമേഷൻസ്. ആ സൊസൈറ്റിയെ ടച്ച് ചെയ്യുന്നത്, അതായത് കെഡ്ഗൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ടെ ഫസ്റ്റ് കാണുന്നത് ഒരു പോസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ലേഡിയുടെ ഇൻഫ്ലുവൻസ് ഇത്രയും 100 വർഷം ഏകദേശം കഴിഞ്ഞിട്ടും അത് സ്റ്റിൽ ലൈവ്. അത് കാരണം പുള്ളിക്കാരിയുടെ ഫ്ലെക്സ് ഉള്ള ഒരു കാര്യം, ഒരു പരസ്യം അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ചിന്തി ഇത് എന്തുവാ, ഞങ്ങൾ നോക്കിയപ്പോൾ മേ ബി ഈ റെസ്റ്റോറൻറ്റിൻ്റെ വല്ല പടത്തിൻ്റെ അകത്ത് വെച്ചതാണോ, നമുക്ക് ഗുജറാത്തി ഭാഷ മനസ്സിലാവുന്നില്ല. പിന്നെ നോക്കുമ്പം ചില പഞ്ചായത്ത് കാര്യാലയങ്ങൾ, ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ചെല്ലുമ്പോഴും എല്ലാം പുള്ളിക്കാരിയുടെ പടങ്ങളാണ്, പുള്ളിക്കാരിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള. അപ്പം the point is she was not just somebody who was inside a home or inside some closed doors, but she was a person who influenced the society. അവിടെ ചെല്ലുമ്പം ഹോസ്പിറ്റൽസ്, വെറ്റിനറി ഹോസ്പിറ്റൽസ്, ഓർഫനേജസ്, അങ്ങനെ പല മേഖലയിലും ഇന്നും വർക്കിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ബിഗാൻ ഇൻ ദ ടൈം ഓഫ് രമാബായി ഇസ് സ്റ്റിൽ വർക്കിംഗ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് what they said is they had daily Bible studies in their life. Pandita Ramabhai
അദ്ദേഹത്തിൻ്റെ മകൾ മനോരമ ബായി അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് ബൈബിൾ സ്റ്റഡി ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി പെൺകുട്ടികൾ അവരുടെ റൂമുകളൊക്കെ വിട്ട് അവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൂടിയിരിക്കുമായിരുന്നു ഡെയിലി. അപ്പം ഇങ്ങനെയുള്ള ഒരു ഈ രമാഭായിയുടെ ലൈഫ് സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തു. ആ കാലത്ത് സ്ത്രീകൾക്ക് വിലയില്ലാതിരുന്ന കാലത്ത്, സ്ത്രീകളെ മൃഗങ്ങളോട് സാമ്യപ്പെടുത്തിയിരുന്ന കാലത്ത്, ഇന്ത്യൻ കൾച്ചർ, അങ്ങനെ ഒരു സ്ത്രീയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള, ഇത്രയും ടെക്നോളജിയുള്ള, ഇത്രയും സൊസൈറ്റിയിലുള്ള ആ വ്യത്യാസം സ്ത്രീക്ക് ഇന്നുള്ളത് ദൈവം കൊണ്ടുവന്ന ഈ ചേഞ്ചിനെ എന്തുകൊണ്ട് ഒരു ലേഡിക്ക് ഉപയോഗിച്ചുകൂടാ? ഇതെന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്ത കാര്യമാണ് എൻ്റെ ലൈഫിൽ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളി സ്പിരിറ്റിനോടുള്ള തേഴ്സ്റ്റാണ് പ്രധാനമായും എന്നെ കർത്താവിലേക്ക്, ദൈവത്തിൻ്റെ ആ നിയോഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പാസ്റ്റർ is always traveling throughout, so and he's always busy, but he always has your strong support. That is the reason why he's having a back support. So that is the reason why he's been able to go so much into ministry. So how do you manage family, church and ministry together? അതെല്ലാം ഒരു ഗ്രേസാണ്. നമുക്ക് ഒരിക്കലും എൻ്റെ മിടുക്കിൽ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫാമിലി നമുക്ക് മുൻപിലുള്ളത് ഞങ്ങൾ തമ്മിലുള്ള യൂണിറ്റിയാണ് ഫസ്റ്റ് തിങ്. wherever he goes, if our spirit is one, we are one in the spirit, we are one body, and we make our commitments to make it through prayer, through more fellowship, through communication, of course. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. അതേപോലെ വേറൊരു കാര്യമുള്ളത്, അതിനകത്ത് ഫാമിലി, മിനിസ്ട്രി ഇതൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ ആ കിങ്ഡം ഓറിയന്റഡ് ആണ്. ആ കിങ്ഡത്തിന് വേണ്ടിയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ആ കിങ്ഡത്തിന് വേണ്ടിയാണ് എനിക്ക് ഫാമിലി ഉള്ളത്. ആ കിങ്ഡത്തിന് വേണ്ടിയാണ് എനിക്ക് വൈഫുള്ളത്. ആ കിങ്ഡത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങളുള്ളത്. അപ്പൊ ഇതെല്ലാം കിങ്ഡം മാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനില്ലെങ്കിൽ റൈസൻ മാസ്റ്റർ ഇല്ല. മനസ്സിലായോ? ഇപ്പൊ റൈസൻ മാസ്റ്റർ ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പൊ വി ആർ കണക്റ്റഡ്. ഒരിക്കലും ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭാര്യയെ വേർതിരിച്ചുകൊണ്ട് മിനിസ്ട്രി കാണാൻ പറ്റത്തില്ല. മിനിസ്ട്രി ഒന്നും അല്ലാതാവും. ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ, ഭാര്യ കുഞ്ഞുങ്ങളെയോ അല്ലെ കാര്യങ്ങൾ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിനിസ്ട്രി ഒന്നുമില്ല. മിനിസ്ട്രി ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ വചനം പറയുന്നത്. ഇത് ഒരു കിങ്ഡം മാൻഡിലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്യൂട്ടിഫുള്ളി ഫങ്ഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ വൈഫിനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, വിനിത എന്നെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ആ യൂണിറ്റിയാണ്. മനസ്സിലായി? Prayer is a very important element in that. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഫെലോഷിപ്പ്. ഈവൻ ഇൻ ബിറ്റ്വീൻ ഹിസ് ബിസി ഷെഡ്യൂൾസ് ഹി ടേക്സ് ഹിസ് ടൈം ഓഫ് ടു കം ബാക്ക് ടു ഫാമിലി ടൈം. ഓക്കെ, ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ തിരിച്ചു കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം. മനസ്സിലായോ? സോ വി മിസ് ദ ഫാമിലി. ആ യൂണിയനിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ചർച്ചുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചർച്ചിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഞങ്ങളുമായി കണക്റ്റ് ആയിരിക്കുന്ന മിക്കവാറും പാസ്റ്റർ ട്രാവലിംഗ് ആയിരിക്കും. മിക്കവാറും കോൾസ് ഒക്കെ എടുക്കേണ്ടി വരുമ്പം ഞങ്ങളുടെ നെക്സ്റ്റ് ലീഡേഴ്സിൻ്റെ അടുത്ത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആളുകളുടെ ഈ നീഡ്സും വേദനകൾ കേൾക്കാൻ തുടങ്ങിയാൽ നമ്മൾ ലൈഫ് ലോങ് കേൾക്കേണ്ടി വരും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് അവരെ ദൈവത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് കർത്താവ് എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു സ്ട്രോങ് പ്രെയർ ഫെലോഷിപ്പ് ഉണ്ട് ലേഡീസിൻ്റെ ചർച്ചിൻ്റെ. അപ്പം പ്രെയർ പില്ലേഴ്സ് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മീറ്റിങ്ങിലെ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രെയർ പില്ലേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ ഏകദേശം ഒന്ന് മെച്യൂറായി വന്ന ലേഡീസിനെ അങ്ങോട്ട് കണക്ട് ചെയ്തപ്പം അവരെന്നെ വിളിക്കുന്ന ഒന്ന് കുറഞ്ഞു. സോ they began getting answers from God. They began seeing visions. They began getting visions and answers and prophetic. അതിൽ ആത്മാവിലുള്ള ആ ഗിഫ്റ്റിങ്ങിൽ അവർ വളർന്നു. അവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയെന്നായി. ഇപ്പം എൻ്റെ ഭാരം കുറഞ്ഞു. ഇപ്പം മറ്റുള്ളവരുടെ കോൾസ് അവരെടുക്കാൻ തുടങ്ങി. സോ അപ്പം ഇത് എൻ്റെ മാത്രം ഭാരമല്ല.
അവരുടെ എല്ലാം ഭാരമായി മാറി. അപ്പം ഇത് നിങ്ങൾ രണ്ടുപേരോടുള്ള ചോദ്യമാണ്. സിൻസ് ബോത്ത് ഓഫ് യു ആർ ഇൻവോൾവ് ഇൻ മിനിസ്ട്രി, നിങ്ങൾ രണ്ടുപേരും കുറേ കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? കോൺട്രവേഴ്സി എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ ഭാഗമാണ്, മനസ്സിലാവില്ല. അത് ആരംഭം മുതലേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ്, ഫലമുള്ള മാവിന് ഏറിയുണ്ട്, ഏറ് കിട്ടും. ഇപ്പം നമ്മുടെ നാട്ടിൽ മാവിൻ്റെ സീസണാണ്. ഇപ്പം ഇനി എല്ലാ മാവിനും ഏറ് കിട്ടും, അതായത് മാങ്ങയുള്ള മാവിന് ഏറ് കിട്ടും. അപ്പം ഇത് പാർട്ട് ഓഫ് അവരുടെ അനോയിന്റിങ് ആണ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. കോൺട്രവേഴ്സിന് മാറി നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. യേശു എന്താ പറഞ്ഞേ? യേശുവിനെ ഭൂതം എന്ന് പറഞ്ഞൊരു സംസ്കാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞത് ഈ നൂതന ഉപദേശം എന്ന് പറഞ്ഞു, ആക്ട് 17 എ ന്യൂ ഏജ് ടീച്ചിങ് എന്നാണ് പൗലോസിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായി? എല്ലാ കാലഘട്ടത്തിലും ഒരു റെമനന്റ് ഉണ്ടായിരിക്കും. അവരുടെ പഠിപ്പിക്കലുകളിൽ എപ്പോഴും താഴേക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പം നമ്മൾ ഒരിക്കലും എൻ്റെ കോൺട്രവേഴ്സറിക്ക് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിലാണല്ലോ ഈ സാധനം വരുന്നത്. സോഷ്യൽ മീഡിയയോട് ഞാൻ പ്രതികരിക്കാറില്ല. ഞാൻ ഒരു കാര്യത്തിനും 25 വർഷത്തെ മിനിസ്ട്രിയിൽ ഒരു കാര്യത്തിൻ്റെ മറുപടി ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയെ ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഫേക്ക് വേൾഡാണ്. ഇപ്പൊ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു 15,000 ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 15,000 ആളുകൾ എൻ്റെ ഫ്രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേക്ക് ഫ്രണ്ടാണ്. ഇവരാരും എൻ്റെ റിയൽ ഫ്രണ്ട് അല്ല. റിയൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കാണുന്ന, ഫേസ് ടു ഫേസ് സംസാരിക്കുന്നവർ മാത്രമാണ് എൻ്റെ റിയൽ ഫ്രണ്ട്സ്. അപ്പോൾ റിയൽ അല്ലാത്തൊരു വേൾഡിനോട് ഞാൻ എന്തിന് പ്രതികരിക്കണം? അതേ സമയത്ത് ഞാൻ അക്കൗണ്ടബിൾ ആകുന്ന കാര്യങ്ങളുണ്ട്. എൻ്റെ സ്പിരിച്വൽ നേതൃത്വമുണ്ട്, ഞാനായിരിക്കുന്ന സ്പിരിച്വൽ കവറിംഗ് ഉണ്ട്. അവരോട് മാത്രമാണ് ഞാൻ അക്കൗണ്ടബിലിറ്റി ആകാൻ ശ്രമിക്കുന്നത്. ഈ വിമർശനങ്ങളെ മൈൻഡ് ചെയ്യാറില്ല. ആദ്യമൊക്കെ വിഷമം ഉണ്ടാവുമായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഒരു തമാശയാണ്, ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഞാൻ വിമർശനങ്ങൾ, എനിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. എനിക്കെതിരെ ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് മാറ്റേണ്ടത് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഒരു റീസണബിളായ കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ അത് വളരെ രസത്തോടു കൂടെ പ്രാർത്ഥിച്ച് അവരെയും ബ്ലസ് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ അതിന് മറുപടി പറയാൻ പോകരുത്. ഒരു നായ അവിടെ കിടന്ന് വഴി കിടന്ന് കുരയ്ക്കുക, അതവിടെ കിടന്ന് കുരച്ചോട്ടെ. നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോൾ നായക്ക് എന്തിനു ആവശ്യമില്ലാത്ത വില കൊടുക്കുന്നേ? നീ നിന്റെ മിഷന്റെ പുറകെ പോവുക, നിന്റെ കോളിങ്ങിന്റെ പുറകെ പോവുക. അത്രയേ ഉള്ളൂ ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയാറുണ്ട്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. വിനിതയ്ക്ക് ഫേസ്ബുക്ക് ഒക്കെ വന്നിട്ട് 1-2 വർഷമായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് ഒക്കെ എടുത്തത്. ഞങ്ങൾക്ക് ഒരു ലേഡീസ് ഗ്രൂപ്പിന് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെന്റ്, കുറച്ചുകൂടി ഒന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ, അതായത് അവരുടെ ഐഡിയാസും കാര്യങ്ങളും കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കണം എന്ന് വന്നപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് ഐഡിയ വെച്ചത്. അപ്പോൾ അതിനു മുമ്പുള്ള സത്യത്തിൽ ഞാൻ 90% അറിയാറില്ല. എന്തെങ്കിലും പ്രൈസ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ അറിയാം. എന്നാൽ പോലും ഈ വഴി കൂടെ വിടും. കാരണം എന്റെ മോൻ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ ഇതിനെല്ലാം മോളും കേൾക്കാറുണ്ട് ഞങ്ങളെ കുറിച്ചുള്ളത്. അവര് വന്ന് ചോദിക്കും, ഡാഡി ഇതാരാ, ഡാഡിയെ കുറിച്ച് എന്താ അങ്ങനെ പറഞ്ഞേക്കുന്നേ? ഞാൻ പറഞ്ഞു, നീ കേൾക്കാൻ പറയും, അവര് കേട്ടോട്ടെ. പക്ഷെ അവർക്കറിയാമല്ലോ അവരുടെ ഡാഡി എന്താണ്, അവരുടെ മമ്മി എന്താണ് അവർക്കറിയാമല്ലോ. അവർക്കൊരു മെച്യൂരിറ്റി ആയിട്ട്. അതുപോലെ ഇതിനകത്ത് നമ്മൾ വില കൊടുക്കുമ്പോഴാ എന്നെ വില തരുന്നവർ എന്നെ നേരിട്ട് വന്ന് സംസാരിക്കാൻ ഉള്ള ഒരു ആംപിയർ കാണിക്കണം. അല്ലെങ്കിൽ ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാറില്ല. എന്നാൽ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി കൊടുക്കും. അവരെ അങ്ങനെ
അവരെ തോൽപ്പിച്ചിട്ടൊന്നുമല്ല, അതിനകത്ത് അവർക്ക് മനസ്സിലാവുന്ന നിലയിൽ ഇന്നും മറുപടി കൊടുക്കും. വചനം അങ്ങനെ പറയുന്നത്, if there is any problem among you in the church, if there is any controversies among the brothers, you go and deal with that person directly. And whatever is happening in social media is totally unbiblical. ഇത് ഫേക്ക് വേൾഡ. ഇപ്പോൾ ഒരാൾ ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ എന്തോ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ, എന്തോ പ്രോബ്ലം ആ വ്യക്തിയിൽ നിന്ന് സംഭവിച്ചു, സഭയ്ക്കാകട്ടെ ആ ദേശത്തിനാകട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് പോയി കൺഫ്രണ്ട് ചെയ്യുക എന്നാണ് വചനം പറയുന്നത്. എന്നിട്ടും ആള് കേൾക്കുന്നില്ലെങ്കിൽ മാത്രം മൂപ്പന്മാരെ വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് തിരുത്തപ്പെടേണ്ട നമ്മൾക്കെതിരെയുള്ള ആളുകളാണല്ലോ നമ്മളെ ഷാർപ്പൻ ചെയ്യുന്നത്. നമ്മൾക്ക് ഈ വിമർശനം ഒന്നും ഇല്ലാത്തൊരു ലോകത്തിലാണെങ്കിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കത്തില്ല. ഇപ്പം ലീല ഒരു ചർച്ചിന്റെ ഭാഗമായതുകൊണ്ടാണ് ലീലയ്ക്ക് പലതും ചെയ്യാൻ പറ്റാത്തത്. ഇടവേളയിൽ അക്കൗണ്ടബിൾ ആയ പാസ്റ്ററുണ്ട്, അല്ലെങ്കിൽ ഫാദറുണ്ട്, മദറുണ്ട്. അതുകൊണ്ടാണ് ലീലയ്ക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റാത്തത്. ഇതൊന്നും ഇല്ലെങ്കിലോ, നമ്മളെ ശ്രദ്ധിക്കാത്തൊരു സമൂഹമാണെങ്കിലോ, നമ്മളെ ചിലപ്പോൾ അത് റേഷൻ തോമസ് ആണ്, റേഷൻ തോമസിന്റെ പ്രസംഗമാണ്, അത് റേഷൻ തോമസിന്റെ ഫാമിലിയാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്കൊരു ബോധ്യം വേണം. അപ്പൊ നമ്മൾ കൂടുതൽ അക്കൗണ്ടബിൾ ആകും. മിനിസ്ട്രി നമ്മുടെ സൊസൈറ്റിയോടുള്ള അക്കൗണ്ടബിലിറ്റിയാണ് നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജീവിക്കും. അപ്പൊ ഞാൻ ഇനിയും വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ആളാണ്. എൻ്റെ വിമർശകന്മാരാണ് എന്നെ ഷാർപ്പ് ചെയ്തത്. നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഉള്ള റെസ്പോൺസ് ഉണ്ട്, നമുക്ക് അതിന്റെ കോൺട്രവേഴ്സീസിന്റെ. പക്ഷെ അതുണ്ടായിട്ട് നമ്മൾ എന്താ അതിനുള്ള മറുപടി കൊടുക്കാത്ത? അതിന്റെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ വെർച്വൽ വേൾഡ്, മനസ്സിലായത്. അതിനകത്ത് ഇതിന് അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്കറിയാവുന്ന ആളുകളുണ്ട് ഫേസ്ബുക്കിൽ, ഈ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറയുന്ന പോലെ. ഇപ്പോ അതെന്താണ്, ഉടനെ അടുത്ത 10 മിനിറ്റ് ഞാൻ ലൈവിൽ വരുന്നു. അതിന്റെ ആ ലൈവിന് 100 ലൈവ് ആളുകൾ തിരിച്ചെന്നോട് വീണ്ടും ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പിന്നെ ഈ 100 ലൈവിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് സമയമില്ല. നമ്മുടെ ലോകം സോഷ്യൽ മീഡിയ അല്ല. ഞാൻ ഫേക്ക് വേൾഡിൽ ജീവിക്കുന്ന ആളല്ല, ഞാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? എന്നാൽ മറുപടി ഒരാളുണ്ട്. ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇൻബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ അതെന്താ അങ്ങനെ പറഞ്ഞു, അതെന്താ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയാം, എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറയാം, എന്നെ വിളിക്ക്, വി വിൽ ടോക്ക് ഡയറക്ട്ലി. എന്നെ കാണാൻ വരാറുണ്ട്, ഞാൻ സംസാരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വേറെ കാര്യം, ഇത് എയറാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യവും മനസ്സിലായി. അതുകൊണ്ട് സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു സാധനം എൻ്റെ ഒരു പോളിസി പോയി, പിന്നെ അതിനകത്ത് തിരിച്ചു പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായി? എന്നാൽ ആളുകൾ ചോദിക്കാറുണ്ട്, സ്നേഹിക്കുന്നവർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കും. പിന്നെ എല്ലാത്തിൻ്റെയും മറുപടി നമ്മുടെ ശുശ്രൂഷയാൻ പോകും. നമ്മൾ തെറ്റാണെന്ന് പറയുന്നതിന്റെ എല്ലാം മറുപടി നമ്മുടെ ശുശ്രൂഷയാണ്. ദൈവം തെളിയിക്കും. മനസ്സിലായില്ലേ? ഈ ലാസ്റ്റ് നിങ്ങൾ രണ്ടുപേരോടുള്ള ചോദ്യമാണ്. യൂത്ത്സ് നവഡേയ്സ് ഇവിടെ വന്നു കഴിഞ്ഞ് ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞ്. സോ അവർക്കായിട്ട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? യൂത്ത് ഈ രാജ്യത്തിൽ വന്നുകൊണ്ടുള്ള സ്ട്രഗിൾ അല്ല, എല്ലായിടത്തും കേരളത്തിലും സ്ട്രഗിൾ ഉണ്ട്. കാനഡയിൽ നിങ്ങൾ വന്ന അതേ കൾച്ചറിലാണ് കേരളത്തിലെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. കുറച്ചൊക്കെ ആയി തുടങ്ങി അവിടെ. മനസ്സിലാവല്ലോ? നമ്മുടെ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം ചർച്ച് ഇതിനൊന്നും കണ്ണടയ്ക്കാനൊക്കത്തില്ല. നമ്മുടെ ചർച്ചിനകത്തും വരുന്ന ആളുകൾക്കകത്ത് നിങ്ങൾ ഇവിടെ പറയുന്നത് ലെസ്ബിയൻ, ഹോമോ, പോണ്, ഗേ, ഇതെല്ലാം കേരളത്തിലെ സഭകൾക്കകത്തുണ്ട്. പ്രീ മാരിറ്റൽ ലൈഫ്, ഡേറ്റിങ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, പ്രീ മാരിറ്റൽ അഫെയർ, ഇതെല്ലാം കാനഡയിൽ മാത്രമല്ല, കേരളത്തിനകത്തുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുക ആളുകൾ. യൂത്ത് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ആ യൂത്തിനെ മനസ്സിലാക്കാനുള്ള പാസ്റ്റേഴ്സ് ഇല്ല. മനസ്സിലല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്?
അവരുടെ അകത്ത് കറക്റ്റാർത്ത് കർത്താവിനെ കിട്ടിയിട്ടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ, കാനഡ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പതറിപ്പോകുന്നു, ചെതറിപ്പോകുന്നു? അവരെ ഇട്ട് വളർത്തിയത് ഒരു കോഴിക്കൂടിനകത്തിട്ട് വളർത്തിയത്, ലോകം കാണിച്ചിട്ടില്ല. അത് തെറ്റാണ്, ഇത് തെറ്റാണ്, മൊബൈൽ നോക്കാൻ പാടില്ല, ആണിനോട് സംസാരിക്കാൻ പാടില്ല, പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല, ഈ സിനിമ കാണാൻ പാടില്ല. ഇങ്ങനെ വളർത്തിയ കുഞ്ഞുങ്ങളെ ഇവിടെ വന്ന് കയറൂരിയങ്ങ് കിട്ടും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ അതൊന്നുമില്ല. അവരൊരു വേറൊരു ഫ്രീഡത്തിലേക്ക് അങ്ങ് പോയി. ഫ്രീഡത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വരുന്ന ഒരു 80% കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ തന്നെ ആദ്യത്തെ ഒരു 6 മാസം അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യും. ആദ്യത്തെ 6 മാസം അവരുടെ ലൈഫിൽ ലിവിങ് ടുഗദറും ഇങ്ങനെയുള്ള ലൈഫിലേക്ക് പോകും. മനസ്സിലായല്ലോ? പിന്നെ 6 മാസം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. എന്നാൽ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു കിങ്ഡം കൾച്ചറിലാണ് വന്ന കുഞ്ഞെങ്കിൽ ചർച്ച് അത് പഠിപ്പിച്ചിട്ടാണ്, ആ ചർച്ച അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ, വീടുകൾക്ക് അങ്ങനെ ഒരു വാല്യൂസ് ഉണ്ടെങ്കിൽ അവരിവിടെ വന്ന് നേരെ ഒരു ചർച്ചുമായിട്ട് കണക്ട് ആകും. ഞാനിപ്പോ സന്തോഷിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്രയും പേര് ഒരു ചർച്ചുമായിട്ട് കണക്ട് ആകുന്ന കാര്യം എന്താ? ഇപ്പൊ നീ ഇവിടെ വന്ന് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നു, നിനക്ക് ഈ ചർച്ചുമായിട്ട് കണക്ട് ആയില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ചോദിക്കൂ? നിനക്ക് എന്തുവാ, നീ വിചാരിച്ചാൽ ഇപ്പോ ഒരു പുരുഷനൂടെ കറങ്ങാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടോ? പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്? അത് നീ സൂക്ഷിക്കുന്ന ഒരു കോർ വാല്യൂ ആണ്. അതോ നിന്റെ പൈസ കൊടുത്താൽ കള്ള് കിട്ടത്തില്ലയോ? നീ പൈസ കൊടുത്താൽ നിനക്ക് കഞ്ചാവ് കിട്ടത്തില്ലയോ? ഇതെല്ലാം കിട്ടും. എന്താ നിനക്ക് പറ്റാത്ത? നിന്റെ അകത്തുള്ളൊരു ദൈവ സ്നേഹമാണ്, അതുപോലെ ദൈവഭയമാണ്. ഇത് കാനഡ വരുന്നതിന് മുമ്പേ ചെറുപ്പം മുതലേ ചർച്ച കിട്ടണം. മനസ്സിലാകില്ല? നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നേ, മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ചെന്നായ്ക്കിടയിലാ കുഞ്ഞാടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഈ സിസ്റ്റം ഒന്നും മാറ്റാനൊക്കത്തില്ല. പക്ഷെ അവിടെ ഒരാൾക്ക് എങ്ങനെ അഭിഷേകത്തെ നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ ആ ചർച്ചിനെ പഠിപ്പിക്കണം. ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു കോഫി വിത്ത് ജീസസ് എന്ന് പറഞ്ഞു. കോഫി വിത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ യൂത്തിനോടുള്ള ബന്ധത്തിൽ ചെയ്ത കാര്യം, നമ്മുടെ ആൾക്കാർക്ക് ചർച്ചനകത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ചായക്കടയിൽ പോയിരുന്ന് എങ്ങനെ കോഫിയും ഫുഡും കഴിച്ചുകൊണ്ട് നമുക്ക് ആ സഭാ ഹാളിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ആഹാരം കാണുമ്പോഴത്തെ നമ്മുടെ രീതി അങ്ങ് മാറും. മനസ്സിലായി? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ചായയും കോഫിയും ബിസ്ക്കറ്റും എല്ലാം ചർച്ച് ഹാളിൻ്റെ ഒരു കോർണറിൽ വെച്ചിട്ട് വർഷിപ്പ് നടക്കുന്നു. നിങ്ങൾ പോയി ചായ എടുത്തുകൊണ്ട് വന്ന് കുടിച്ച്, ഇവിടുത്തെ ഇംഗ്ലീഷ് കൾച്ചർ പോലെ ബിസ്ക്കറ്റും കഴിച്ച് പപ്സും കഴിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ ഒരാൾ നീ പോയി ടീമിനകത്ത് നിന്നാലും നിനക്ക് ചർച്ച നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും. പാർക്കിൽ പോയാലും ചർച്ച നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും. ചർച്ച് കൾച്ചർ വേറെ, ചർച്ചിൽ നിന്ന് ഇറങ്ങിയ വേറൊരു കൾച്ചർ. അങ്ങനല്ല. ചർച്ച് കൾച്ചർ തന്നെയാണ് കോളേജ് കൾച്ചർ, കോളേജ് കൾച്ചർ തന്നെയാണ് ഹോട്ടൽ കൾച്ചർ. മനസ്സിലാകുന്നു? അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മക്കളെ, കർത്താവുമായിട്ടൊരു ഭയങ്കര ബന്ധത്തിൽ പോകും. മനസ്സിലായില്ലേ? ഈ ഫേക്ക് വേൾഡിനകത്ത് റിയാലിറ്റിയെ, ദൈവത്തിൽ നിന്നുള്ള റിയാലിറ്റിയെ, നിങ്ങളുടെ റിയൽ ഐഡന്റിറ്റിയെ കർത്താവ് വെളിപ്പെടുത്താൻ നിങ്ങൾ വിട്ടുകൊടുക്കുക. ഈ രാജ്യത്ത് ഒരിക്കലും നിങ്ങൾ സ്പോയിൽ ആയി കളയരുത്, നിങ്ങളുടെ ലൈഫ് കളയരുത്. ഈ ഡെസ്റ്റിനി സ്റ്റീലേഴ്സ് നമ്മുടെ ലൈഫിൽ വന്ന് കയറാൻ അനുവദിക്കരുത്. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സുമായിട്ട് എപ്പോഴും കണക്ട് ആയി നിൽക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അകപ്പെടരുത്. എല്ലാ ആണുങ്ങളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നീ മുഖാന്തരം ഒരിക്കലും ഒരു പെണ്ണ് കരയാൻ അനുവദിക്കരുത്. മനസ്സിലായി? ഒരു പെണ്ണും പെൺകൊച്ചും നീ മുഖാന്തരം കരയാൻ അനുവദിക്കരുത്. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു പുരുഷനെ ചതിക്കാനിടയാണ്. നിങ്ങൾ ഒരൊറ്റ ആളിനെയും ചതിക്കാനിടയാണ്. നിങ്ങൾ വിവാഹ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് പാസ്റ്റർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ സടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ, ഭർത്താവായി സ്വീകരിക്കാൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര പ്രാഗൽഭ്യത്തോടെ പറയണം, എൻ്റെ ലൈഫിൽ അങ്ങനെ തടസ്സം
എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ട് മറച്ചു പിടിച്ചിട്ടാണ് തടസ്സം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കൈകൊടുപ്പിന്റെ കവനന്റിൽ യേശു വരത്തില്ല. Yeah. മാരേജ് ഒരു കവനന്റ് ആണ്. എനിക്ക് ഒത്തിരി പേരെ അറിയാം മോളെ, തലേന്ന് രാത്രി വരെയും ബോയ് ഫ്രണ്ടിന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് തലേ ദിവസം വരെയും ഗേൾ ഫ്രണ്ടിന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് മാരേജിന്റെ അന്ന് കവനന്റിൽ കയറുന്ന ആൾക്കാർ എനിക്കറിയാം. ആ ഫാമിലി ലൈഫ് തകർന്നു പോകും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഒരു പൗലോസ് പറയുന്നത് നിർമ്മല കന്യക, വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പുരുഷനും സ്ത്രീക്കും ബാധകമാണ്. പുരുഷനും വെർജിനായിരിക്കണം, സ്ത്രീയും വെർജിനായിരിക്കണം. ഇനി അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ യേശുവിൻ്റെ ക്രൂശ് ഇപ്പോഴും നിങ്ങളെ കർത്താവ് ക്രൂശിൽ കൈവരിച്ച ആ കംപ്ലീറ്റ് ആ റിഡംഷൻ നിങ്ങൾക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്യുവാണ്. യു ക്യാൻ റിസീവ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദറ്റ് ഫ്രീഡം ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് ഒരിക്കലും വീണ്ടും പാപം ചെയ്യാനല്ല, പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിലാണ് ലവ് ഉള്ളത്. ലസ്റ്റ് എന്ന് പറയുന്നത് പിശാചന്റെ രാജ്യത്തിലാണ്. ലവും ലസ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആളുകൾക്ക് കഴിയണം. ഓക്കെ, എനിത്തിങ് എൽസ്? Thank you so much for joining us today. താങ്ക് യു. നിങ്ങളെ കൂടെ ജോയിൻ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അഹവായിലെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ അധികം ഭയങ്കരമായിട്ട് ഉപയോഗിക്കട്ടെ. ഈ ചർച്ച് കൾച്ചർ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇമ്പാക്ട് ചെയ്യട്ടെ. മനസ്സിലായാലും നിങ്ങൾ താമസിക്കുന്ന വീടുകൾക്കകത്ത് ഈ കൾച്ചർ ഇമ്പാക്ട് ചെയ്യട്ടെ. ഒരിക്കലും ഒരു സ്ത്രീയുടെ കൂടെ പുരുഷൻ സംസാരിക്കുന്നത് തെറ്റെന്ന് പഠിപ്പിക്കുന്ന ആളല്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. മനസ്സിലായി? നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം, ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്സ് വേണം. ആ ഫ്രണ്ട്സ് എല്ലാം കിങ്ഡം ബിൽഡേഴ്സ് ആയിരിക്കണം. നിന്റെ ലൈഫിൽ കയറുന്ന ഒരാൾ പോലും നിന്റെ ഡെസ്റ്റിനി സ്റ്റീലർ ആകരുത്. എല്ലാവരും ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.